ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിറ്റാക്ട് IT ക്ലബ്. ഞാൻ മുസ്തഫ. എക്സലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഇനി കുറേ കൂടി എളുപ്പത്തിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ഓട്ടോഫിൽ സിസ്റ്റം. B1 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ജാനുവരി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇവിടെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നിങ്ങനെ ടൈപ്പ് ചെയ്യണം. എന്നാൽ മാസം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ മൗസ് കേഴ്സർ ഈ സെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് റൈറ്റ് സൈഡിൽ, അതായത് ഇതേ രീതിയിൽ മൗസ് കേഴ്സർ പ്ലസ് ബട്ടൺ ആകുമ്പോൾ, അതായത് ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ ഇതിന് ഫിൽ ഹാൻഡിൽ എന്ന് പറയും. ഇങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച് എന്നുള്ള രീതിയിൽ വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ എന്നുള്ള രീതിയിൽ ഓട്ടോഫിൽ ചെയ്തു വരും. അപ്പോൾ മാസം നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതില്ല. ഒരു മാസം ടൈപ്പ് ചെയ്ത് അടുത്ത മാസം നമുക്ക് ഇതേപോലെ ഓട്ടോഫിൽ ചെയ്യാം. ഇവിടെ ജാനുവരി, ഫെബ്രുവരി എന്നുള്ള രീതിയിൽ മാസം മുഴുവനായിട്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അബ്രീവിയേഷനാണ് നൽകുന്നതെങ്കിൽ അത് ഇതേ രീതിയിൽ ഓട്ടോഫിൽ ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടെ ജാൻ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഫിൽ ഹാൻഡിൽ വരുമ്പോൾ, അതായത് ഈ കോർണറിൽ ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ അതാണ് ഫിൽ ഹാൻഡിൽ. ഇനി ഫിൽ ഹാൻഡിൽ എന്നാണ് പറയുക. അപ്പോൾ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ മാസത്തിൻ്റെയും പേരിൻ്റെ അബ്രീവിയേഷൻ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എക്സലിൽ വളരെ എളുപ്പത്തിൽ ഡാറ്റ ഫിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ മാർച്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തു. ഇനി നമ്മൾ മാർച്ച് സെലക്ട് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വരും. ഇനി റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ എന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്യും. ഇനി മെയ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫിൽ ഹാൻഡിൽ എടുത്തു. മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ മെയ്, ഏപ്രിൽ, മാർച്ച്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് എന്നുള്ള രീതിയിൽ ഓട്ടോഫിൽ ചെയ്യും. ഇനി മാർച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫിൽ ഹാൻഡിലാക്കുന്നു. ഇതേ രീതിയിൽ ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ നമുക്ക് മാസം വളരെ എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഇതിന് പകരം നമ്മൾ അബ്രീവിയേഷൻ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ്. ഇവിടെ ജാൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ ഓരോ മാസത്തിൻ്റെയും അബ്രീവിയേഷൻ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ ഏത് സൈഡിലേക്കാണോ ഡ്രാഗ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഓട്ടോഫിൽ ചെയ്യുന്നത്. ഇവയെല്ലാം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ സെല്ലുകളെല്ലാം സെലക്ട് ആകും. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആ സെല്ലുകളിലെ മുഴുവൻ വാല്യൂസും ഡിലീറ്റായി. ഇനി മറ്റൊരു പാറ്റേൺ ഫിൽ ചെയ്ത് നോക്കാം. ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്തു. താഴെ 20 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി 30, 40 എന്നിങ്ങനെ ഓട്ടോഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം 10 സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് 2 സെല്ല് കൂടി സെലക്ട് ചെയ്യുക. അതായത് 10 സെലക്ട് ചെയ്ത്, അതായത് ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ 2 സെല്ലുകളും സെലക്ട് ആകും. ഇങ്ങനെ 2 സെല്ലുകളും സെലക്ട് ആയതിനു ശേഷം താഴെ വരുന്ന, അതായത് താഴെ ഫിൽ ഹാൻഡിലിൽ വരിക. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ സെല്ലുകൾ സെലക്ട് ചെയ്ത സെലക്ഷൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ഇതേ രീതിയിൽ ബട്ടണിൽ ബ്ലാക്ക് പ്ലസ് ബട്ടൺ ആകുമ്പോൾ, അതായത് ഫിൽ ഹാൻഡിൽ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ 40, 50, 60 എന്നിങ്ങനെ താഴേക്ക് ഫില്ലാകും. നമുക്ക് ഇത് മാത്രമല്ല ടൈം വേണമെങ്കിൽ ഓട്ടോഫിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ടൈം ടൈപ്പ് ചെയ്യാൻ 8 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോളം നൽകി 2 0 നൽകുന്നു. അപ്പോൾ 8 എന്ന് വന്നു, അതായത് 8 മണിയാണ്. എൻ്റർ കീ പ്രസ് ചെയ്തു. താഴെ വീണ്ടും 8 എന്ന് കൊടുത്തതിന് ശേഷം കോളം നൽകി 15 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ 8:15. ഇനി ഈ 2 സെല്ലുകൾ കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ
8:15, 8:30, 8:45, 9, 9:15 എന്നുള്ള രീതിയിൽ ടൈം ഫില്ലാകും. ടൈം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സമയം ഹവർ ടൈപ്പ് ചെയ്തു, കോളം നൽകി സെക്കൻഡ് ടൈപ്പ് ചെയ്യുക. ദിവസങ്ങളുടെ പേരാണ് വേണ്ടത് എങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ മൺഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ മറ്റു ദിവസങ്ങൾ ഓട്ടോ ഫിൽ ചെയ്യുന്നത് കാണാം. ഇനി ഏതെങ്കിലും ഒരു ദിവസത്തിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ മറ്റു ദിവസങ്ങൾ അവിടെ ഓട്ടോ ഫിൽ ചെയ്യും. നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ദിവസങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ദിവസത്തിൻ്റെ മുഴുവൻ പേരും വേണ്ട എങ്കിൽ അബ്രീവിയേഷൻ നൽകാം. മൺഡേ എന്ന് നൽകി അതിനുശേഷം ഡ്രാഗ് ചെയ്താൽ ദിവസങ്ങളുടെ അബ്രീവിയേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതായത് 3 ടെക്സ്റ്റുകൾ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യും. എവിടേക്കാണോ ഡ്രാഗ് ചെയ്യുന്നത് ആ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അടുത്ത ദിവസങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനി നമുക്ക് Q1, Q2 എന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ Q1 എന്ന് ടൈപ്പ് ചെയ്തു. Q എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 1 നൽകി. അതിനുശേഷം ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ Q1, Q2, Q3, Q4 അതായത് Q1, Q2, Q3, Q4 അത് കഴിഞ്ഞ് വീണ്ടും Q1, Q2, Q3 എന്നുള്ള രീതിയിൽ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ക്വാർട്ടറുകൾ ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ കഴിയും. ഡേറ്റും നമുക്ക് ഇതുപോലെ ഓട്ടോ ഫിൽ ചെയ്യാം. ഇവിടെ ഇതേ രീതിയിൽ ഒരു ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്തു. ഇപ്പോൾ ഒരു ഡേറ്റ് ഡിസ്പ്ലേ ചെയ്തു. ഇനി ഇതേ രീതിയിൽ ഡേറ്റ് സെലക്ട് ചെയ്ത് ഫിൽ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേറ്റ് അടുത്ത ഓരോ കോളങ്ങളിലായിട്ട് ഡിസ്പ്ലേ ചെയ്യും. എവിടെയാണോ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യും. ഈ സെല്ലിൽ ഇത് കൊള്ളാത്തത് കൊണ്ടാണ് ഇതേ രീതിയിൽ ഹാഷ് ആയിട്ട് വന്നത്. നമുക്ക് ഈ സെല്ലിൻ്റെ വിഡ്ത്ത് കൂട്ടി നോക്കാം. അതിനായി ഇവിടെ ബോർഡറിൽ കൊണ്ടുവന്ന് ഡബിൾ ഹെഡഡ് ആരോ ആകുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇവയെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇതേ രീതിയിൽ നമുക്ക് എക്സലിൽ വളരെ എളുപ്പത്തിൽ ഡാറ്റകൾ ഫിൽ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഡേറ്റും ടൈമും ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ന്യൂ ഷീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഷീറ്റ് 2 ഇവിടെ ക്രിയേറ്റായി. നേരത്തെ ഷീറ്റ് 1 ആയിരുന്നു. ഷീറ്റ് 1ൽ ക്ലിക്ക് ചെയ്താൽ ആ ഷീറ്റാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഷീറ്റ് 2 ആണ്. ഇവിടെ ഷീറ്റ് 2 കാണാം. അതിനുശേഷം ഇതൊന്ന് സൂം ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൽ ഡേറ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. B3 സെലക്ട് ചെയ്തു. ഇവിടെ ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നു 1/8/23. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഡേറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. B2 സെലക്ട് ചെയ്യുന്നു 5/5/23. ഇങ്ങനെ നമുക്ക് ഡേറ്റ് വളരെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാം. ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഫണും വേണമെങ്കിൽ ഇതിൻ്റെ സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ മറ്റൊരു ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇരുപത്തൊന്ന് 12/30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം നേരത്തെ നമ്മൾ 23 ടൈപ്പ് ചെയ്തപ്പോൾ 20/23 എന്ന് വന്നു. എന്നാൽ ഇവിടെ 30 ടൈപ്പ് ചെയ്തപ്പോൾ 19/30 എന്നുള്ളതാണ് വന്നത്. മറ്റൊരു ഡേറ്റ് കൂടി ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് ഇയറിൻ്റെ സ്ഥാനത്ത് 2 ക്യാരക്ടർ മാത്രം നൽകിയപ്പോൾ 29 നൽകിയപ്പോൾ 20/29 എന്നും 30 നൽകിയപ്പോൾ 19/30 എന്നും വന്നു. അതായത് 30 മുതൽ 99 വരെ കഴിഞ്ഞ സെഞ്ചുറിയും 0 മുതൽ 29 വരെ ഈ സെഞ്ചുറിയിലെയും ഡേറ്റാവും 2 നമ്പർ ഇയറിന് നൽകുകയാണെങ്കിൽ വരിക. ഇനി ടൈം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈം ടൈപ്പ് ചെയ്യുക.
ഇവിടെ 4:43 ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ 4 കഴിഞ്ഞതിന് ശേഷം കോളൻ ഇടുക, 2 പുള്ളിയുള്ള കോളൻ ഇടുക. അതിനുശേഷം 15 ആണെങ്കിൽ 15, അപ്പം 4:15 എന്ന് വന്നു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ 4:15 എന്ന് കാണാം. ഇനി നമുക്ക് 16:15 അപ്പോൾ ഇതേ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ AM PM എന്നുള്ളത് കൂട്ടി നൽകണമെങ്കിൽ 3:00 സ്പേസ് ഇട്ട് PM എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ 3 മണി PM എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. 2:15 AM അല്ലെങ്കിൽ റെയിൽവേ ടൈം പോലെ നമുക്ക് 24 മണിക്കൂറായിട്ട് 23:30 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതുപോലെ ടൈപ്പ് ചെയ്താൽ ഡേറ്റുകളും ടൈമുകളൊക്കെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് കാണാവുന്നതുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. എക്സലിൽ വർക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അൺഡു ചെയ്താൽ മതി. അതായത് മുമ്പുള്ള സ്റ്റെപ്പിലേക്ക് പോകാൻ, പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് പോകാൻ അൺഡു ചെയ്താൽ മതി. ഇതിനുള്ള ടൂള് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണാവുന്നതാണ്. അൺഡു ഉപയോഗിച്ച് നമുക്ക് മുമ്പുള്ള സ്റ്റെപ്പിലേക്ക് മാറാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ അൺഡു ചെയ്തതിന് ശേഷം തിരിച്ചു വരണമെങ്കിൽ റീഡു ബട്ടണും ഉപയോഗിക്കാം. കീബോർഡിൽ CTRL-Z ഉപയോഗിച്ച് അൺഡു ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റീഡു ചെയ്യണമെങ്കിൽ CTRL-Y എന്ന ഷോർട്ട് കീയും ഉപയോഗിക്കാം. ഇവിടെ അൺഡുവിന് നേരെ കാണുന്ന ഈ ചെറിയ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് 100 സ്റ്റെപ്പുകൾ ഇതേ രീതിയിൽ കാണാവുന്നതാണ്. ഇതിലേക്ക് നേരിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഓരോന്നായിട്ടല്ല, നമുക്ക് 10 സ്റ്റെപ്പ് ബാക്കിലേക്ക് അല്ലെങ്കിൽ 20 സ്റ്റെപ്പ് ബാക്കിലേക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ അതിനും എക്സലിൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഏത് സ്റ്റെപ്പിലേക്കാണോ റീഡു ചെയ്യേണ്ടത് അതിലേക്കും നമുക്ക് റീഡു ചെയ്യാവുന്നതാണ്. CTRL-Z CTRL-Y എന്നതാണ് ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ. ഇനി ഷീറ്റ് 1 സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് കമൻറ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോട്ട് എഴുതി വെക്കണമെങ്കിൽ, എന്നാൽ ഈ ഫയലിനെ അത് ബാധിക്കാത്ത രീതിയിൽ എഴുതി വെക്കണമെങ്കിൽ നമുക്കതിന് കമൻറ്റ് യൂസ് ചെയ്യാം. ഇതിനായി നമ്മൾ സെല്ല് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഈ സെല്ലിൽ ടൈപ്പ് ചെയ്ത വാല്യൂ ശരിയാണോ എന്ന് സംശയമുണ്ട്, പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിന്നീട് മറ്റാർക്കെങ്കിലും ചെക്ക് ചെയ്യണം, അതിന് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ നൽകണമെങ്കിൽ അതിന് നമുക്ക് കമൻറ്റ് ഉപയോഗിക്കാം. അതിനായി സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റിവ്യൂ ടാബിൽ പോയിട്ട് ന്യൂ കമൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് എ കമൻറ്റ്, അല്ലെങ്കിൽ കീബോർഡിൽ Shift F2 എന്ന ബട്ടൺ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ കമൻറ്റ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം മറ്റേതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ആ കമൻറ്റ് അവിടെ അപ്ലൈ ആയി. ഇവിടെ ഷോ ആൾ കമൻറ്റ് എന്നത്, അതായത് റിവ്യൂ ടാബിൽ ഷോ ആൾ കമൻറ്റ് എന്നത് ആക്റ്റീവാണ്, അതുകൊണ്ടാണ് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഒഴിവാക്കിയാൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യില്ല. ഇത് കാണണമെങ്കിൽ ഷോ ആൾ കമൻറ്റിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു രീതിയിലും കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് കമൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നമുക്ക് അതിനുശേഷം മറ്റൊരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 കമൻറ്റുകൾ ഇൻസേർട്ട് ചെയ്തു. ഇനി വീണ്ടും കമൻറ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം Shift F2 കീ പ്രസ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ഷോർട്ട് കീ. ഇതിലുള്ള ഓരോ കമൻറ്റുകൾ നമുക്ക് എളുപ്പത്തിൽ വായിക്കണമെങ്കിൽ ഇവിടെ റെഡ് ഐക്കണിൽ മൗസ് കേഴ്സർ കൊണ്ടുവന്നാൽ ആ കമൻറ്റുകൾ ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ റിവ്യൂ ടാബിൽ ഷോ ആൾ കമൻറ്റ്സിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ കമൻറ്റുകളും ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ പ്രീവിയസ്, നെക്സ്റ്റ് ബട്ടണുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഓരോന്നായിട്ട് കാണണമെങ്കിൽ. ഇവിടെ ഷോ ഹൈഡ് കമൻ്റ് ഉണ്ട്. ഇനി കമൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ
കമൻ്റുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കമൻറ്റ് സെലക്ട് ചെയ്യുക. സെല്ല് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കമൻറ്റ്. എഡിറ്റ് കമൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ കമൻറ്റിനെ പിന്നീട് എഡിറ്റ് ചെയ്യാം, ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അവ ഷോ ചെയ്യുന്നതും ഹൈഡ് ചെയ്യുന്നതുമെല്ലാം പഠിച്ചു കഴിഞ്ഞു. കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് എക്സലിലെ ഫയലുകൾക്ക്, അതായത് അതിലുള്ള വാല്യൂകൾക്കോ അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾക്കോ മാറ്റമൊന്നും ഉണ്ടാകില്ല. എന്നാൽ അത് നമുക്ക് പിന്നീട് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതും ആണ്. ഇപ്പോൾ നമ്മൾ ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തു, അതിൽ ഡാറ്റ എൻ്റർ ചെയ്തു, ഒരു ഷീറ്റ് എൻ്റർ ചെയ്തു. ആ ഷീറ്റുകൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഓരോ ഷീറ്റിലുള്ള ഡാറ്റകൾ കാണാവുന്നതാണ്. ഇനി ഈ ഫയൽ സേവ് ചെയ്യാൻ ഫയൽ മെനുവിൽ സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ നിന്നും ബാക്കോട്ട് പോകാൻ ബാക്ക് ബട്ടൺ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള സേവ് ബട്ടൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+S ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. ഫയൽ മെനുവിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+S ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അതിനുശേഷം എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇങ്ങനെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേര് നൽകുക. ഇവിടെ ബുക്ക് 1 എന്നതാണ് ഇതിൻ്റെ ഡിഫാൾട്ട് പേര്. നമുക്കിത് പേര് മാറ്റി നൽകാം. ഇവിടെ മൈ ഫസ്റ്റ് എക്സൽ ബുക്ക് എന്ന് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പേര് നൽകുമ്പോൾ ക്യാരക്ടറുകൾ യൂസ് ചെയ്യാം, നമ്പേഴ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം, ഡാഷ് യൂസ് ചെയ്യാം, സ്പെഷ്യൽ ക്യാരക്ടറുകൾ യൂസ് ചെയ്യാം. പക്ഷേ സ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല. സ്ലാഷ് എന്നുള്ള ക്യാരക്ടർ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഫയൽ നെയിം എന്നുള്ള സ്ഥലത്ത് പേര് നൽകുക. ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, പേര് നൽകുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം സേവ് ചെയ്ത പേരാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്, മൈ ഫസ്റ്റ് എക്സൽ ബുക്ക്. ഇനി വീണ്ടും നാം എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സേവ് ചെയ്ത പേരിലേക്ക് വീണ്ടും ഈ ഫയൽ സേവ് ആകും. അതായത് ആ മാറ്റം കൂടി അതിലേക്ക് സേവ് ആകും. നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യണം. ആദ്യ പ്രാവശ്യം സേവ് ചെയ്യുമ്പോൾ നമ്മൾ പേര് നൽകി ലൊക്കേഷൻ നൽകി സേവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ Ctrl+S ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യാം. മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിർത്തുന്നു. വീണ്ടും കാണുന്നതുവരെ ബൈ.